നമസ്കാരം. 1893 സെപ്റ്റംബർ 11 ലോക മതസമ്മേളനത്തിൽ ചിക്കാഗോയിൽ വെച്ച് ഭാരതത്തിൻ്റെ ആത്മീയ പുത്രൻ സ്വാമി വിവേകാനന്ദൻ ജിയുടെ ഒരു വളരെ മനോഹരമായ പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം സഹോദരി സഹോദരന്മാരെ എന്നൊക്കെ വിളിച്ച് ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നൊക്കെ വിളിച്ചാണ് അത് ലോകത്തെ കയ്യിലെടുത്ത് അങ്ങനെയാണ് അദ്ദേഹം പ്രസംഗം തുടങ്ങുന്നത്. പക്ഷെ ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഭാരതം ലോകത്തിൻ്റെ മതങ്ങളുടെ മാതാവാണ്, അങ്ങനെയുള്ളൊരു നാടാണ്, ആത്മീയതയുടെ വിളനിലമാണ്. ഇത് വേദങ്ങളുടെയും വേദാന്തങ്ങളുടെയും ഉപനിഷത്തുകളുടെയും നാടാണ്. അതായതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ സഹോദരി സഹോദരന്മാരെന്ന് വിളിക്കാൻ പറ്റിയത്. ലോകത്തിലെ സകല ജനങ്ങൾക്കും ഞങ്ങളുടെ മാതൃഭൂമിയിലേക്ക് സ്വാഗതം എന്ന് പറയുന്ന വളരെ പ്രസിദ്ധമായ ചരിത്രപ്രസിദ്ധമായ പ്രസംഗമുണ്ട്. പ്രിയപ്പെട്ട ജോൺ ബ്രിട്ടാസ് MP അവർകൾ ആ പ്രസംഗം ഒന്ന് കേൾക്കുന്നത് നന്നായിരിക്കും. ഭാരതം എന്ന് പറഞ്ഞാൽ തന്നെ പ്രകാശത്തിന്റെ നാടെന്നാണ്. അത് ആത്മീയ പ്രകാശനത്തിന്റെ നാടാണ്. രണ്ടാമത് ഭരതന്റെ നാട് എന്നൊരർത്ഥമുണ്ട്, മഹാഭാരതം, അങ്ങനെ വേറെ ഒരുപാട് അർത്ഥമുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് പ്രകാശത്തിന്റെ അർത്ഥം എടുക്കാം. എന്താണ് ഭാരതം നൽകുന്ന പ്രകാശം? ഭാരതം നൽകുന്ന പ്രകാശം വേദങ്ങളും ഉപനിഷത്തുകളും, ഇന്നിപ്പോൾ ലോകം മുഴുവൻ ആളുകൾ ചെയ്യുന്ന യോഗ, പതഞ്ജലി മഹർഷി കൊണ്ടുവന്നിട്ടുള്ള യോഗ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇന്ന് ലോകത്തെ ഭാരതത്തിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഭാരതം ആത്മീയതയുടെ വിളനിലമാണ്, ആത്മീയതയുടെ നാടാണ്. ജോൺ ബ്രിട്ടാസ് ഭാരതം ഇപ്പൊ MP ആയതുകൊണ്ട് ഭാരതം മുഴുക്ക സഞ്ചരിക്കാൻ അവസരമുണ്ടല്ലോ. ഭാരതം മുഴുക്ക അവിടെ നിൽക്കട്ടെ. ഒരു കാലഘട്ടം മുഴുവൻ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രം ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ബംഗാളിൽ, ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന ത്രിപുരയിൽ, കൂട്ടുകക്ഷി മന്ത്രിസഭയായി നടക്കുന്ന കേരളത്തിൽ സമ്പൂർണ്ണ സാക്ഷരത, പുരോഗമന പ്രസ്ഥാനങ്ങൾ എന്തെല്ലാം ഉണ്ട് കേരളത്തിൽ. ജോൺ ബ്രിട്ടാസിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ കേരളത്തിൽ ഓരോ വാർഡെടുത്താൽ അമ്പലങ്ങളുണ്ട്, ചില വാർഡുകളിൽ ഒന്നിലധികം അമ്പലങ്ങളുണ്ട്, പള്ളികളുണ്ട്, മുസ്ലിം പള്ളികളുണ്ട്. തിരുവനന്തപുരം പാളയം പോലുള്ള സ്ഥലമെടുത്തു കഴിഞ്ഞാൽ ഗണപതി കോവിലും ക്രിസ്ത്യൻ പള്ളിയും മുസ്ലിം പള്ളിയും അടുത്തടുത്തിരിക്കുന്നു, മുഖാമുഖം ഇരിക്കുന്നു. അങ്ങനെ ഇത് ആത്മീയതയുടെ നാടാണ്. ഇവിടുത്തെ ഹിന്ദു സമൂഹം വിശ്വസിക്കുന്നത് സകലത്തിലും ജോൺ ബ്രിട്ടാസ് അടക്കം സകലത്തിലും ഈശ്വരൻ ഉണ്ടെന്നും ഈ പ്രപഞ്ചം തന്നെ ഈശ്വരാംശമാണെന്നും